നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തിയിട്ട് ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ നാം താല്പര്യപ്പെടാറില്ല. മറ്റുള്ളവരുടെ ഇഷ്ടത്തെക്കാൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പലപ്പോഴുള്ള മനോഭാവം. എന്നാൽ നമ്മുടെ ഇഷ്ടത്തെ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ അവിടെ ഒരു വലിയ സമാധാനം ഉണ്ടാകുമെന്ന് നമുക്ക് കാണാൻ കഴിയും. ചിലതൊക്കെ വിട്ടുകൊടുത്തിട്ടാണെങ്കിലും സമാധാനവും സന്തോഷവും ലഭിക്കുന്നതല്ലേ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ചിലതൊക്കെ ഒന്ന് വിട്ടുകൊടുത്ത് ഒരു വലിയ സന്തോഷം സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. ഭാര്യയ്ക്ക് കാപ്പിയാണ് ഇഷ്ടം, ഭർത്താവിന് ചായയാണ് ഇഷ്ടം. എന്നിരിക്കെ ഞാൻ എൻ്റെ ഇഷ്ടം വിട്ടുകൊടുക്കുകയില്ലെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. എന്നാൽ അതിൽ ഒരാൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായാൽ ഒരു വലിയ സമാധാനം നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പ്രശ്നം ആര് സാക്രിഫൈസ് ചെയ്യുമെന്നുള്ളതാണ്. അവിടെ ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ഉറപ്പായും അവൻ സാക്രിഫൈസ് ചെയ്തിരിക്കും. കാരണം അവർ സമാധാന കാംക്ഷികളല്ല, സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. സമാധാനം ഇല്ലാത്തവരുണ്ട്, സമാധാനം ഉള്ളവരുണ്ട്, സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ളവരായി മാറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചിലതൊക്കെ വിട്ടുകൊടുത്ത്, ചിലതെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനും അതിലൂടെ നാം സന്തോഷം കണ്ടെത്തുവാനും കഴിയുന്നവരായി ദൈവം നമ്മെ തീർക്കുമാറാകട്ടെ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഇഷ്ടം യാതൊരു നിലയിലും വെളിപ്പെടുന്നില്ല എന്നുള്ളൊരു സത്യം കൂടെ നിങ്ങൾ ഈ സമയത്ത് തിരിച്ചറിയണം. എൻ്റെ ഇഷ്ടത്തെക്കാൾ ക്രിസ്തുവിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറുവാനായി ഞാൻ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ എൻ്റെ ലൈഫിൽ വരുന്ന സമാധാനം, സന്തോഷം അത് എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ചില നിർബന്ധങ്ങളെല്ലാം മാറ്റിവെച്ച്, ചില കടുംപിടുത്തങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്നേഹത്തിനും സമാധാനത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൽ സമാധാനത്തോടെ ജീവിക്കുവാനും സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാനും ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.